നിന്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയുണ്ട്? ഈ സ്റ്റേജിൽ ഞാനിന്ന് വന്ന് കയറിയപ്പോൾ മുതൽ ഞാൻ കേൾക്കുന്ന ശബ്ദമാണ്, മോനെ നീ പറയണം ഇവരോട്, ഇവർക്ക് എന്നോട് പഴയ പോലെ ബന്ധമില്ല, ഇവരെന്നോട് പഴയ പോലെ മിണ്ടുന്നില്ല, ഇവരെന്നോട് പഴയതുപോലെ അടുക്കുന്നില്ല, ഇവര് തിരക്കാണ്, ഇവരിങ്ങനെ അകലം വിട്ടു പോവുകയാണ്. എൻ്റെ അടുത്ത് കുറേയും കൂടെ അടുത്ത് വരാൻ, എൻ്റെ അടുത്ത് ഒരു ദിവസത്തിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് മിണ്ടാൻ നീ ഇവരോടൊന്ന് പറയണം. നിങ്ങൾക്കറിയോ, പകൽ മുഴുവൻ ശുശ്രൂഷ കഴിഞ്ഞിട്ട് എല്ലാ സന്ധ്യായാമത്തിലും മലയുടെ മുകളിൽ കയറിപ്പോയി അപ്പനോട് മിണ്ടുന്നൊരു മോനുണ്ടായിരുന്നു. എല്ലാ പകലത്തെ ശുശ്രൂഷകളും കഴിഞ്ഞ് എല്ലാ സന്ധ്യാസമയത്തും മലമുകളിൽ കയറിപ്പോയി രാത്രികാലങ്ങളിൽ അപ്പനോട് സംസാരിക്കുന്ന ഒരു പുത്രനുണ്ടായിരുന്നു. ആ പുത്രനും കിട്ടി കുരിശ്, ആ പുത്രനും കിട്ടി അടി, ആ പുത്രനും കിട്ടി പീഡനം. പക്ഷെ അപ്പനോടുള്ള ബന്ധം അവനിൽ നിന്നതുകൊണ്ട് കല്ലറകൾക്കോ ക്രൂശിനോ അവനെ തകർക്കാൻ കഴിഞ്ഞില്ല. അവൻ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. പരിശുദ്ധാത്മ പറയുന്നു, ദൈവത്തോടുള്ള നിന്റെ ബന്ധം നീ വീണ്ടെടുക്കുക. നിന്റെ പ്രാർത്ഥനാ ജീവിതത്തെ നീ തിരികെ പിടിക്കുക. നിന്റെ പ്രയർ കാർപ്പറ്റ് നിന്റെ പ്രാർത്ഥനാ മുറിയിൽ നിവർത്തിയിടുക. ഉപവസിക്കുക, പ്രാർത്ഥിക്കുക, ദൈവത്തോട് സംസാരിക്കുക, ദൈവവചനത്തെ ധ്യാനിക്കുക.